നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അതിശക്തമായ തോൽവിയോടെ CPM-ൽ ഉരുൾപൊട്ടൽ ശക്തമാകുന്നു. കേരളത്തിലെ 14 ജില്ലകളിലും CPM അണികളിൽ രോഷം ആർത്തിരുമ്പുകയാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി മുഹമ്മദ് റിയാസും ഒക്കെ തന്നെയാണ് ഈ രോഷത്തിന്റെ ഇരകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇത്രയും ശക്തമായ തോൽവി അംഗീകരിക്കാൻ CPM അണികൾ തയ്യാറാകാത്ത അവസ്ഥയാണ്. കേരളം ബംഗാളാവരുത്, അതിനനുവദിക്കില്ല. ഇതിനായി പാർട്ടിയിലെ മുകൾ തട്ട് മുതൽ അഴിച്ചുപണി വേണമെന്നാണ് CPM-ൽ നിന്നും ഉയരുന്ന ശക്തമായ ആവശ്യം. കാൽ നൂറ്റാണ്ടുകാലമായി പാർട്ടിയിൽ വെട്ടിനിരത്തപ്പെട്ട അവസ്ഥയിലുള്ളവരാണ് ഇപ്പോൾ നേതൃത്വത്തിനെതിരെ രംഗത്ത് വരുന്നത്. പാർട്ടിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് വെട്ടിനിരത്തപ്പെട്ടത്. തങ്ങൾ എന്താണോ ചൂണ്ടിക്കാട്ടിയത് ആ പ്രശ്നങ്ങൾ തന്നെയാണ് നിലവിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിന് വഴിവെച്ചതെന്നാണ് ഈ നേതാക്കൾ പറയുന്നത്. വിവിധ ജില്ലകളിൽ ഈ രീതിയിൽ നേതൃത്വ കൂട്ടായ്മകളും പാർട്ടിയിൽ രൂപപ്പെടുന്നുണ്ട്. സംസ്ഥാന തലത്തിൽ ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകാനും ചില നേതാക്കളുടെ ഭാഗത്തു നിന്ന് നീക്കങ്ങളും വരുന്നുണ്ട്. സംസ്ഥാന സമിതി യോഗം കഴിഞ്ഞാൽ CPM-ലെ പൊട്ടിത്തെറി വെടിയിൽ വരുമെന്നാണ് സൂചന. സംസ്ഥാന കമ്മിറ്റി യോഗത്തിലെ തീരുമാനങ്ങൾക്കായാണ് മിക്ക നേതാക്കളും സഖാക്കളും കാത്തിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിലെ കമന്റ് നോക്കിയാൽ തന്നെ അണികളുടെ രോഷത്തിന്റെ ചൂടറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് LDF-നുണ്ടായ പരാജയം അപ്രതീക്ഷിതമാണ്. പരാജയത്തെ അംഗീകരിച്ചുകൊണ്ട് വന്ന പോരായ്മകൾ തിരുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്ന ആദ്യ വാചകം തന്നെ സഖാക്കൾ തള്ളിക്കളയുകയാണ്. ആദ്യത്തെ പാരഗ്രാഫ് തന്നെ തെറ്റ്. ഈ പരാജയം അപ്രതീക്ഷിതമൊന്നുമല്ല, തിരിച്ചായിരുന്നെങ്കിൽ അപ്രതീക്ഷിതമെന്ന് പറയാം. താഴോട്ടുള്ളത് വായിച്ചില്ല, അത് പ്രഭാവർമ്മ എഴുതി തന്നതല്ലേ എന്നാണ് മറ്റൊരാൾ നടത്തിയ കമന്റ്. CPM നിലനിൽക്കേണ്ടത് അനിവാര്യമാണ്. പാർട്ടി മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി ഒരിക്കലും അംഗീകരിച്ചില്ല. ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നാണ് പറഞ്ഞത്. അതുപോലും കൃത്യമായി നിങ്ങൾക്ക് ജനങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ തിരുത്തലും ഏതാണ്ട് അതുപോലെ തന്നെ ആയിരിക്കുമെന്ന് മറ്റൊരാൾ കമന്റ് ചെയ്യുന്നു. CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നും MV ഗോവിന്ദൻ മാറണമെന്നാണ് സഖാക്കളിൽ നിന്നും ഉയരുന്ന ആവശ്യം. പാർട്ടി സെക്രട്ടറി ഇത്രയും പരാജയപ്പെട്ട അവസ്ഥ CPM-ന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പാർട്ടിയെ അത്രമേൽ സ്നേഹിക്കുന്നത് കൊണ്ട് പറയുന്നതാണ്. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തൽസ്ഥാനത്ത് നിന്ന് ഒന്ന് മാറാൻ പറ്റുമോ? ഒരു സഖാവ് കമന്റിൽ ആവശ്യപ്പെടുന്നു. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചായ കുടിച്ചു സംസാരിച്ചു തീർക്കേണ്ട വിഷയം ധിക്കാരപൂർവ്വം കൈകാര്യം ചെയ്തതുകൊണ്ട് മാത്രം പാർട്ടിക്ക് നഷ്ടമായത് 3 സഖാക്കളെയും ഒരു ജില്ലയിലെ നിരവധി മണ്ഡലങ്ങളുമാണ്. സഖാവ് കൊടിയേരിയെ ഓർത്തു പോകുന്നു, ഒരാൾ കമന്റിൽ കുറിക്കുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നിരവധി CPM നേതാക്കളാണ് UDF പക്ഷത്തേക്ക് പോയത്. കണ്ണൂരിലെ പാർട്ടി നെടുംതൂണുകളിൽ ഒന്നായ PK ഗോവിന്ദൻ, പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ, ഇവർ രണ്ടുപേരും MLA-മാരുമായി. ആലപ്പുഴയിൽ നിന്നും CPM വിട്ട G സുധാകരനും MLA ആയി. പാലക്കാട് നിന്നും പാർട്ടി വിട്ട PK ശശിയും A സുരേഷും, ഇടുക്കിയിൽ നിന്നും CPM വിട്ട് BJP-യിലെത്തിയ രാജേന്ദ്രനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. കൊട്ടാരക്കരയിൽ നിന്നും പാർട്ടി വിട്ടത് വർഷങ്ങളായി CPM MLA ആയിരുന്ന ഐഷ പോറ്റിയാണ്. ഐഷ പോറ്റിയും പരാജയമടഞ്ഞെങ്കിലും ഇവരെല്ലാം തന്നെ നിലവിൽ UDF പക്ഷത്താണ് നിലകൊള്ളുന്നത്. പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ കണ്ണൂരിലെ പ്രശ്നങ്ങൾ അടുത്തൊന്നും നിലയ്ക്കുന്ന മട്ടില്ല. സമീപകാലത്തൊന്നും നേരിട്ടിട്ടില്ലാത്ത ഈ വൻ പ്രതിസന്ധി എങ്ങനെ CPM കൈകാര്യം ചെയ്യുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.